നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 8 മണിയോടെ ആരംഭിച്ചിരിക്കുകയാണ്. ചില കേന്ദ്രങ്ങളിൽ ആശയക്കുഴപ്പമുണ്ട്. ഏതാണ്ട് 10ഓളം ഇടങ്ങളിൽ സ്ട്രോങ് റൂം തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. തപാൽ വോട്ടുകൾ എണ്ണുവാൻ തുടങ്ങിയിരുന്നു. ഉദ്യോഗസ്ഥർ എത്താൻ വൈകിയതാണ് ഇതിന് കാരണമായി മാറിയത്. തിരുവനന്തപുരത്തും വടകരയിലും കൊല്ലത്തുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനത്തെ 244 കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. വടകരയിൽ വോട്ടെണ്ണൽ വൈകുകയാണ്. ഇത് സംഘർഷത്തിന് കാരണമായി. വോട്ടെണ്ണൽ തുടങ്ങിയ ഇടങ്ങളിൽ 8:20 മുതൽ തന്നെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളെ ഫലം എത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നാലെ നഗരസഭകളിലെ ഫലമൊക്കെ വരും. മറ്റു ഫലങ്ങൾ 9:30 ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. 14 ജില്ലകളിലായി 244 കേന്ദ്രങ്ങളാണ് 1129 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ട് എണ്ണുന്നത്. ഇത്തവണ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 73.68% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 2020 ഇത് 75.95% സംസ്ഥാനത്ത് ആകെ 2,10,79,021 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 70.9% പോളിംഗ് രേഖപ്പെടുത്തുകയായിരുന്നു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 76.08% പോളിംഗും രേഖപ്പെടുത്തുകയായിരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലായിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. തുടർന്ന് ഡിസംബർ 11 തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലും വോട്ടെണ്ണൽ നടക്കുകയായിരുന്നു. 2 ഘട്ടങ്ങളായി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ആകെ 73.69% പേരാണ് വോട്ട് ചെയ്തത്. തിരുവനന്തപുരം കോർപ്പറേഷൻ 30 വർഷത്തോളമായി LDF ആണ് ഭരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും പ്രതിപക്ഷ കക്ഷിയാകുവാൻ BJPക്ക് കഴിഞ്ഞ കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം. 2020 10 സീറ്റിലേക്ക് ഒതുങ്ങിയ UDFന്റെ സ്ഥിതി ദയനീയമായിരുന്നു. എന്നാൽ ഇത്തവണ കേരളത്തിൽ തന്നെ ആദ്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്തി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനിറങ്ങിയ കോൺഗ്രസ് മുൻ MLA ശബരിനാഥിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത്. മുൻ DGP ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കി BJPയും കച്ചുപറിക്കതോടെ കേരളം ഉറ്റുനോക്കുന്ന ത്രികോണ മത്സരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ SP ദീപക്, മുൻ മേയർ K ശ്രീകുമാർ, പഞ്ചൂർ ബാബു, RP ശിവജി തുടങ്ങിയവരാണ് ഇടതുപക്ഷത്തിന്റെ പ്രമുഖർ. ഇനി എറണാകുളം കോർപ്പറേഷനിൽ 13 LDF മുന്നേറ്റമാണ് കാണിക്കുന്നത്. എറണാകുളം കോർപ്പറേഷൻ 13 LDF മുന്നേറ്റം വരുമ്പോൾ 5 UDF ലീഡ് തുടരുകയാണ്. 3 NDA ആണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 23 LDF ലീഡ് ചെയ്യുന്നു. 11 UDF മുന്നേറ്റമാണ്. 5 NDA ആണ് മുന്നിൽ. തിരുവനന്തപുരം നഗരസഭയിൽ ലീഡ് ഉയർത്തി NDA. 8 സീറ്റുകളിലാണ് NDA ലീഡ് ചെയ്യുന്നത്. 4 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നുണ്ട്. UDF ലീഡിൽ 1 വാർഡിൽ മാത്രമാണുള്ളത്. തൊട്ടു പിന്നാലെ തൃശൂർ കോർപ്പറേഷനിൽ 8 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. തൊട്ടുപിന്നിൽ LDA ആണ്. 6 ഇടങ്ങളിൽ LDA മുന്നേറ്റമുണ്ട്. 4 ഇടങ്ങളിലാണ് LDF ലീഡ് ചെയ്യുന്നത്. കോഴിക്കോട് മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി രവീന്ദ്രൻ മാസ്റ്റർ വിജയിച്ചു. വിജയം 202 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. കൂടാതെ എറണാകുളത്ത് 13 മുനിസിപ്പാലിറ്റികളിൽ 5 LDF ലീഡ് ചെയ്യുകയാണ്. മലപ്പുറം നഗരസഭയിൽ UDF ലീഡ് ചെയ്യുന്നു. മഞ്ചേരിയിലും UDF ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ലീഡ് പിടിച്ചിരിക്കുകയാണ് LDF. തൊട്ടുപിന്നിൽ LDA ആണ്. ത്രികോണ പോരാട്ടമാണ് തുടരുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. LDF രണ്ടാമത് നിൽക്കുകയാണ്. ഷൊർണൂരിൽ 3 സീറ്റുകളിൽ BJPക്ക് വിജയം. 4 വാർഡുകൾ എണ്ണിയപ്പോഴാണ് 3 വാർഡുകളിലും BJP വിജയിച്ചത്. വോട്ടെണ്ണൽ ആരംഭിച്ച് 18 മിനിറ്റ് തന്നെ ആദ്യ വിജയം വരികയായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ അടൂർ 1-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി ബിജു സാമുവലാണ് വിജയിച്ചത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യ മിനിറ്റുകളിൽ കോർപ്പറേഷനുകളിൽ LDFനായിരുന്നു ലീഡ്. തിരുവനന്തപുരത്ത് ത്രികോണ പോരാണ് നടക്കുന്നത്. എന്തായിരുന്നാലും 2020 സമഗ്ര ആധിപത്യം LDFന് നിലനിർത്താൻ കഴിയുമോ? UDFന് ഇത് തിരിച്ചുവരവിന് അവസരമാകുമോ? അപ്രതീക്ഷിത മുന്നേറ്റത്തിലൂടെ കരുത്ത് കാട്ടുമോ BJP? ഇന്ന് ഈ ഒരു ഉത്തരം കിട്ടുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്.